ഖത്തർ ദയറിലേക്ക് കടലിലൂടെ തുരങ്കപാത ഒരുക്കുന്നു. ലോകത്തെ ഏറ്റവും വലുത്. സൗദി അറേബ്യയ്ക്കും നേട്ടമാകും. ദോഹ, പേർഷ്യന് ഉൾക്കടലിലൂടെ തുരങ്കപാത നിർമ്മിക്കാനുള്ള നീക്കം ഖത്തർ സജീവമാക്കുന്നു. കഴിഞ്ഞ ദിവസം ഇറാന് സന്ദർശിച്ച വേളയിൽ ഖത്തർ അമീർ ഷൈഖ് തമീം ബിൻ ഹമദ് അൽത്താനി ഇതു സംബന്ധിച്ച കാര്യങ്ങൾ സൂചിപ്പിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ മധ്യധരണ്യാഴിയിലേക്കുള്ള വഴി എളുപ്പമാക്കുന്നതാകും പുതിയ പാത. ഇറാന്റെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഭരണകാലത്താണ് ഖത്തറിനെയും ഇറാനെയും ബന്ധിപ്പിച്ചുള്ള തുരങ്കപാതയുടെ ചർച്ച സജീവമായത്. 2022 ഫെബ്രുവരിയിൽ ഖത്തറിലെത്തിയ റൈസി നടപടികൾ വേഗത്തിലാക്കുമെന്നും സൂചിപ്പിച്ചിരുന്നു. ഇരു രാജ്യങ്ങളുടെയും സംയുക്ത സംഘം വിഷയം പഠിച്ച് ചർച്ച നടത്തുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഖത്തർ അമീറിന്റെ ഇടപെടൽ. പാത സംബന്ധിച്ച് പഠിക്കുന്നതിനുള്ള പുതിയ കമ്മിറ്റിയെ ഉടനെ നിയോഗിക്കുമെന്ന് ഖത്തർ അമീർ പറഞ്ഞതായി ഇറാന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന് ആത്മീയ നേതാവ് ആയത്തുല്ല അലി ഖാനിയുമായി നടത്തിയ ചർച്ചയിലാണ് ഖത്തർ അമീർ ഇക്കാര്യം പറഞ്ഞതത്രേ. തുരങ്കപാതയുടെ കാര്യത്തില് ഖത്തർ അമീർ നൽകുന്ന പ്രാധാന്യമാണ് ഇറാന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പാത പൂർത്തിയായാല് ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ തുരങ്കപാതയാകുമിത്. ഖത്തറിന്റെ വടക്കന് മേഖലയിൽ നിന്ന് ആരംഭിച്ച് ഇറാന് തീരത്തെ ദയറിലാണ് തുരങ്കപാത എത്തുക. 190 കിലോമീറ്ററിലാണ് പാത. ലോകത്തെ നിലവിലുള്ള തുരങ്കപാതകളില് ഏറ്റവും ദൈർഘ്യമേറിയത് ചൈനയിലെ ചെങ്തു മെട്രോയാണ്. 68 കിലോമീറ്ററാണ് ദൂരം. ഇതിന്റെ മൂന്നിരട്ടി വരും ഖത്തർ ഇറാന് പാതയ്ക്ക്. എത്ര ചെലവ് വരും? കടലിന് അടിയിലൂടെ നിലവിലുള്ള ഏറ്റവും വലിയ തുരങ്കപാത ബ്രിട്ടനും ഫ്രാൻസിനുമിടയിലുള്ള 38 കിലോമീറ്ററാണ്. 1988 മുതൽ 1994 വരെയുള്ള കാലയളവിലാണ് $2100 കോടി ചെലവിട്ട് ഇത് നിർമ്മിച്ചത്. ഇതിനേക്കാൾ വലുതാണ് ഖത്തറും ഇറാനുമിടയിൽ വരാന് പോകുന്നത്. അതുകൊണ്ടുതന്നെ ചെലവ് കൃത്യമായി കണക്കാക്കാൻ സാധിക്കില്ല. സമ്പന്ന രാജ്യമായ ഖത്തറിന് തന്നെയാകും ഭാരിച്ച ചെലവ്. ഇക്കാര്യത്തിൽ ധാരണയായ ശേഷം മാത്രമേ നിർമ്മാണം ആരംഭിക്കൂ. ചുറ്റും ജലാതിർത്തിയുള്ള ഖത്തറിന് സൗദി അറേബ്യയുമായി മാത്രമാണ് നിലവിലെ കരാതിർത്തി. ഇറാനിലൂടെയുള്ള തുരങ്കപാത യാഥാർത്ഥ്യമായാല് യൂറേഷ്യന് രാജ്യങ്ങളിലേക്കുള്ള വിപണി ഖത്തറിന് മുമ്പിൽ തുറക്കപ്പെടും. ലോകത്ത് ഏറ്റവും കൂടുതൽ വാതകം കൈവശമുള്ളത് ഖത്തറിനും റഷ്യയ്ക്കുമാണ്. റഷ്യയുടെ എണ്ണ കമ്പനിയായ റൂസ്നെഫ്റ്റില് 20% ഓഹരി പങ്കാളിത്തം ഖത്തറിനുണ്ട്. കൂടാതെ റഷ്യയിലെ മറ്റു നിക്ഷേപങ്ങളും ഖത്തറിനുണ്ട്. പുതിയ തുരങ്കപാത വരുന്നതോടെ വ്യാപാരത്തിന്റെ അനന്ത സാധ്യതകൾ ഖത്തറിന് മുന്നിൽ തുറക്കപ്പെടും. ഖത്തറിന് പുറമെ സൗദി അറേബ്യയ്ക്കും പുതിയ പാത നേട്ടമാകും. ആഫ്രിക്ക, മെഡിറ്ററേനിയന്, യൂറോപ്യന് വിപണികളിലേക്കുള്ള വഴിയാണ് എളുപ്പമാകുക. മധ്യേഷ്യ, റഷ്യ, ചൈന എന്നീ വിപണികളും അടുത്താകും. ഇറാനെ സംബന്ധിച്ചിടത്തോളം സൂയസ് കനാലിലേക്കുള്ള വ്യാപാരപാത ലഭിക്കുന്നതും നേട്ടമാണ്.